അതെ, ഇന്ന് കൊച്ചടുക്കളയിൽ നല്ല ഒന്നാന്തരം ഏത്തക്ക റോസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മൈദയും മഞ്ഞളും ഉപ്പും പഞ്ചസാരയും കുറച്ച് ജീരകവും ചേർത്തൊന്ന് നല്ല ലൂസായിട്ടൊന്ന് തയ്യാറാക്കി വെക്കാം. കൂടാതെ നല്ല ശർക്കര പാനിയിലോട്ട് ചിരണ്ടിയെടുത്ത തേങ്ങായും നെയ്യിൽ വറുത്ത് കോരിയ നല്ല മുന്തിരിങ്ങായും സ്വല്പം ഏലക്കാപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഏത്തക്കകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരട്ടിയെടുത്തത് നമ്മളെല്ലാ ഏത്തക്കകത്തും നിറച്ചിട്ടുണ്ട്. ഇനി നല്ല ചൂടായ നമ്മുടെ എണ്ണയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് വേണേ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് നമ്മുടെ രണ്ട് വശവും നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അവൽ ചേർക്കാതെയാണ് ഇതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കിയേക്കുന്നത്. അതൊരു വ്യത്യസ്ത ഒരു രുചി തന്നെയായിരിക്കും. കാരണം നമ്മൾ കൊഴുക്കട്ടയൊക്കെ